ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് സൺഡേ ആണ് കേട്ടോ. അപ്പോൾ കുറച്ച് ലേറ്റായിട്ടാണ് രാവിലെ എഴുന്നേറ്റത്. ആർക്കും പോകാനൊന്നുമില്ല, പക്ഷേ കുറച്ച് തിരക്കൊക്കെ ഉള്ള ദിവസമാണെന്ന്. കുറച്ച് പർച്ചേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് രാവിലെ ഇഡ്ഡലി മാവൊക്കെ ഉണ്ട്, ദോശ മാവുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ചട്നിക്ക് വേണ്ടിയിട്ട് ഒരു തേങ്ങ ചിരവാണ് കേട്ടോ. അപ്പോൾ ഇന്ന് കറിയൊന്നും വെക്കുന്നില്ല, സാമ്പാർ അങ്ങനെയൊന്നും ഉണ്ടാക്കുന്നില്ല. കാരണം ഇന്ന് ഞങ്ങൾക്ക് ഉച്ചയ്ക്കൊരു സൺഡേ ഒക്കെ ആണല്ലോ, അപ്പോൾ ഒരു ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് കൂടുതൽ അളവിൽ ഉണ്ടാക്കുന്നുണ്ട്. കാരണം ഇന്ന് ഞങ്ങൾക്ക് ഇവിടെ കുറച്ച് പണിക്കാരൊക്കെ ഉണ്ട്, പുറത്ത് കുറച്ച് പണിക്കാരും കാര്യങ്ങളും ഉണ്ട്. അതിൻ്റെ ഇടയ്ക്ക് മോക്ക് ഒരു പഴം പുഴുങ്ങി വെച്ചിട്ടുണ്ട് അവൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞല്ലോ പിന്നെ ഇന്ന് പുറത്ത് കുറച്ച് പണിക്കാരൊക്കെ ഉണ്ട്, അവർക്കും കൂടുതലുള്ള ഭക്ഷണം ഉണ്ടാക്കണം. അപ്പോൾ മോളുടെ ബർത്ത്ഡേ വരികയാണ്, ഫസ്റ്റ് ബർത്ത്ഡേ ആണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് തിരക്കും കാര്യങ്ങളും അതിൻ്റെ കുറച്ച് പർച്ചേസും ഒക്കെ ഉണ്ട്. അപ്പോൾ ലഞ്ചൊക്കെ കഴിച്ചതിന് ശേഷമാണ് ഇറങ്ങാമെന്ന് വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കുറച്ച് ഹറിബറിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ എഴുന്നേക്കാനും ലേറ്റ് ആയല്ലോ, അപ്പോൾ അതിൻ്റെ കുറച്ച് തിരക്കും കാര്യങ്ങളാണ്. അപ്പോൾ ഞാൻ വേഗം ചമ്മന്തിയൊക്കെ അരച്ചിട്ടുണ്ട്, പിന്നെ അതേപോലെ തന്നെ ഇഡ്ഡലി ഉണ്ടാക്കിയിട്ടുണ്ട്, പിന്നെ ദോശ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഉള്ളിയൊക്കെ തോലൊക്കെ പോക്കി വെച്ചിട്ടുണ്ട്, നമുക്ക് ബിരിയാണിയിലേക്ക് വേണ്ടിയിട്ടാണ്. നമ്മളെല്ലാവരും കൂടിയിട്ട് വേഗം ഉള്ളിയും അതേപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി അതൊക്കെ തോല് പോക്കാനാണല്ലോ കുറച്ച് സമയം പിടിക്കുക. അതൊക്കെ ഹസ്ബൻഡും മോനും ഒക്കെ കൂടെ ചേർന്നിട്ടാണ് ഉണ്ടാക്കിയത്. അതിൻ്റെ ഇടയ്ക്ക് 2 ദിവസം മുന്നേ പുളി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, പുളി ഇഞ്ചി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കുറച്ച് ബാക്കിയുണ്ട്. അപ്പോൾ ഒന്നും ആയിട്ടില്ല, നല്ലതാണ്. അപ്പോൾ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കാമെന്ന് വിചാരിച്ച് അതൊന്ന് മാറ്റാണ്. അപ്പോൾ ഇതാ കണ്ടില്ലേ, ഉള്ളിയൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് മോക്കൊക്കെ ഭക്ഷണം കൊടുത്തതിന് ശേഷം വേഗം തന്നെ ബിരിയാണീൻ്റെ പരിപാടിയിലേക്ക് നോക്കുകയാണ്. അപ്പോൾ 6 ഗ്ലാസ് അരി കൈമ റൈസാണ്. അപ്പോൾ ദം ബിരിയാണിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്, ബ്രോയിലർ ചിക്കൻ വെച്ചിട്ടാണ്. അപ്പോൾ ആദ്യം തന്നെ ചോറ് ഉണ്ടാക്കി വെക്കുകയാണ്, നെയ്ച്ചോറ് ഉണ്ടാക്കി വെക്കുകയാണ്. അപ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഒന്നും കാണിക്കുന്നില്ല, കാരണം ഞാൻ 2 ബിരിയാണി റെസിപ്പി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് കുറച്ച് വ്യത്യസ്തമായിട്ടാണ് ചെയ്യുന്നത്. പക്ഷേ ഞാനിപ്പോൾ റെസിപ്പി ഒന്നും കാണിക്കുന്നില്ല, മറ്റൊരു ദിവസം കാണിക്കാം കേട്ടോ. അപ്പോൾ നെയ്യ് ഒഴിച്ചിട്ട് സാധാ പോലെ പട്ട ഗ്രാമ്പു അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇട്ടൊന്ന് എടുത്തിട്ട് ചോറ് ആക്കി വെക്കുകയാണ്. കുറച്ച് കൂടുതൽ അളവിൽ ഉണ്ടാക്കേണ്ടതിനെ കൊണ്ട് ഒരുപാട് ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല, കാരണം കുറേയൊക്കെ മിസ്സായിട്ടുണ്ട്. ക്ലിപ്പുകളൊക്കെ നമ്മൾ ഷൂട്ട് ചെയ്ത ക്ലിപ്പുകളൊക്കെ പിന്നീട് നോക്കുന്ന സമയത്ത്, എഡിറ്റ് ചെയ്യാൻ നോക്കുന്ന സമയത്ത് കുറേ ക്ലിപ്പുകളൊക്കെ മാറിയിട്ടൊക്കെ ഉണ്ട്. പിന്നെ റെക്കോർഡ് ആവാഞ്ഞതും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് ഞാനിപ്പോൾ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല. അപ്പോൾ സാധാ പോലെ തന്നെ നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കി വെക്കുന്നുണ്ട്. പിന്നെ കുറേ ദിവസമായിട്ട് ഈ ഷോപ്പിംഗ് മാറ്റി വെച്ചതായിരുന്നു. അപ്പോൾ വീണ്ടും ഇപ്പോൾ ഈ സൺഡേ ഹസ്ബൻഡിന് കണ്ണൂരേക്ക് പോകണം. അപ്പോൾ വീണ്ടും ലേറ്റ് ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് വരുന്ന സാറ്റർഡേ ആണ് നമ്മുടെ പ്രോഗ്രാം ഉള്ളത്. അപ്പോൾ ഇനിയും വൈകിക്കേണ്ടെന്ന് വെച്ചിട്ട് വേഗം തന്നെ ഇന്ന് തന്നെ ഷോപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ സൺഡേ ആയതുകൊണ്ട് ആർക്കും പോവണ്ട, അപ്പോൾ കുറച്ച് റിലാക്സ് ആയിട്ട് പോവാമല്ലോ, ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടാണ് ഉച്ചയ്ക്ക് ശേഷം പോകാമെന്നുള്ള രീതിയിൽ എത്തിയത്. അപ്പോൾ നെയ്ച്ചോറൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിനിടയ്ക്ക് ഇഞ്ചി വെളുത്തുള്ളി പിന്നെ അതേപോലെ തന്നെ പച്ചമുളക് സാധനങ്ങളൊക്കെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതൊക്കെ ഒന്ന് ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ മസാലയ്ക്ക് വേണ്ടിയിട്ട് ഒരു വലിയൊരു പാത്രം വെച്ചതിന് ശേഷം അരിഞ്ഞു വെച്ചിട്ടുള്ള ഉള്ളിയൊക്കെ ഇട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ് കേട്ടോ. പിന്നെ അതിലേക്ക് നമ്മൾ ആ ചതച്ച് വെച്ചിട്ടുള്ള മസാലയും, അതായത് പച്ചമുളക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ കൂടെ ഇട്ട് ഒന്ന് നല്ലപോലെ വഴറ്റിയെടുക്കാം. അപ്പോൾ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു വീഡിയോ എന്താണ് അപ്ലോഡ് ചെയ്യാത്തത്, കുറച്ച് ദിവസമായല്ലോ കണ്ടിട്ട് എന്നൊക്കെ ഒരുപാട് പേര് മെസ്സേജൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ എല്ലാവർക്കും വൈറൽ ഫീവർ ആയിരുന്നു. മോനൊരാഴ്ച സ്കൂൾ ലീവായിരുന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും ഇവിടെ വൈറൽ ഫീവർ ആയിരുന്നു, മൂക്കും എല്ലാവർക്കും ഉണ്ടായിരുന്നു. അപ്പോൾ ഭയങ്കര ക്ഷീണമായിരുന്നു, പിന്നെ ചുമയും കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാവർക്കും ഫീവർ വന്നിട്ട് അതിനെക്കാട്ടും കൂടുതൽ ക്ഷീണം അത് കഴിഞ്ഞതിന് ശേഷമായിരുന്നു.
സത്യത്തിൽ ഒന്നിനും വയ്യാത്ത അവസ്ഥയായിരുന്നു ഇപ്പോൾ എല്ലാവർക്കും ഉണ്ടായിരുന്നത്. എല്ലാവരും സൈഡായി പോയിട്ടുള്ളൊരു വൈറൽ ഫീവറായിരുന്നു. അതുകൊണ്ടാണ് ഷൂട്ട് ചെയ്യാനും പിന്നെ അതേപോലെ തന്നെ എഡിറ്റ് ചെയ്യാനും ഭയങ്കര തലവേദനയൊക്കെ ആയതുകൊണ്ട് ഫോണിലേക്കൊന്നും നോക്കാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് വീഡിയോസൊന്നും അപ്ലോഡ് ചെയ്യാതിരുന്നത്. അപ്പോൾ കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് പുതിയ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യുന്നതും ഒക്കെ. അപ്പോൾ ഇന്ന് സൺഡേ ആണ്. അപ്പോൾ പുറത്തൊക്കെ പോകണമല്ലോ, ഷോപ്പ് ചെയ്യുന്ന ഒക്കെ അതൊക്കെ നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇന്നൊരു വീഡിയോ എടുക്കുന്നത്. ഇതിപ്പോൾ അപ്ലോഡ് ചെയ്യുക 2 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും കേട്ടോ. ഓക്കെ, എന്തായാലും നമ്മുടെ ചിക്കനൊക്കെ ഇട്ടിട്ടുണ്ട് മസാലയ്ക്ക് ഗ്രേവിയിലേക്ക് വേണ്ടിയിട്ട്. അപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഞാൻ ചേർക്കുന്നുണ്ട്. ദം ബിരിയാണി ആവുന്ന സമയത്ത് നമ്മൾ കോഴിക്കോടൻ സ്റ്റൈലിൽ ചെയ്യുന്ന സമയത്ത് ശരിക്കും മഞ്ഞൾപ്പൊടിയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ചിക്കൻ അങ്ങനെ തന്നെ ഇട്ടിട്ട് എരിവിന് നമ്മൾ പച്ചമുളകും ചേർക്കുന്നുണ്ടല്ലോ. പിന്നെ ഒരു ചെറിയൊരു കളറിന് വേണ്ടിയിട്ടാണ് ഞാൻ മഞ്ഞൾപ്പൊടി ചേർത്തത്. പിന്നെ നമുക്ക് ദം ചെയ്യാം. വേറൊരു വലിയൊരു പാത്രത്തിലേക്കാക്കിയിട്ടാണ് ദം ചെയ്യുന്നത്. കാരണം നമ്മൾ മസാല ഉണ്ടാക്കിയ പാത്രത്തിലും റൈസ് വെച്ച പാത്രത്തിലും ഇത് ദം ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കാരണം നമുക്ക് കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടാക്കിയതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ മാത്രമല്ല കുറച്ച് പേര് കഴിക്കാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് കുറച്ചധികമാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ദം ചെയ്യാനൊരു വലിയ വട്ട എടുത്തിട്ടാണ് ചെയ്തത്. ഓക്കെ, അങ്ങനെ ബിരിയാണിയും കാര്യങ്ങളൊക്കെ ഞങ്ങൾ വേഗം കഴിച്ച് പിന്നെ മോളൊക്കെ ഉണർന്ന് അവൾക്ക് കഞ്ഞിയൊക്കെ കൊടുത്തതിന് ശേഷമാണ് ഉച്ചയ്ക്ക് ശേഷമാണ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയത്, ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഞങ്ങൾ പോകുന്ന സമയത്തേക്ക് നല്ലപോലെ മഴ പെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഏതെങ്കിലും ഒരു മോളിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. കാരണം അല്ലാതെ നമ്മൾ ടൗണിലേക്കൊക്കെ ഇറങ്ങിയാൽ ഒരു സ്ഥലത്തില്ലെങ്കിൽ വേറൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ മഴ ഇങ്ങനെ കൊണ്ട് കളിക്കണമല്ലോ. അപ്പോൾ ഏതെങ്കിലും ഒരു മോളിലേക്കാവുന്ന സമയത്ത് നമുക്ക് അവിടെ ഏതെങ്കിലും ഒരു ഷോപ്പിൽ കയറാമല്ലോ, പിന്നെ സേഫാണ്, മഴയൊന്നും കൊള്ളാതെ നമ്മളിങ്ങനെ അലഞ്ഞു തിരിയേണ്ട ആവശ്യമില്ല എന്ന് വിചാരിച്ചിട്ട് ഒരു ഷോപ്പ് അല്ലെങ്കിൽ വേറൊരു ഷോപ്പിൽ കയറാമല്ലോ, അങ്ങനെ ഒരു ഓപ്ഷൻ ഉള്ളത് കൊണ്ട് ഞങ്ങൾ ഹൈലൈറ്റിലേക്കാണ് പോയത്. ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കായിരുന്നു കേട്ടോ. നല്ല ബ്ലോക്ക് കിട്ടി. അപ്പോൾ ഒരു 1/4 മണിക്കൂർ എടുത്തിട്ടാണ് ഞങ്ങൾ ഹൈലൈറ്റ് മാളിലേക്ക് എത്തിയത്. നല്ല രീതിയിലുള്ള ബ്ലോക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് പേര് ഹൈലൈറ്റിലേക്ക് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. മാളിനുള്ളിലും ഭയങ്കര തിരക്കായിരുന്നു ഒന്ന്. അപ്പോൾ ഞങ്ങൾ പാർക്കിങ്ങിലേക്ക് പോകാതെ തന്നെ ഞങ്ങളോട് അവിടെ ഇറങ്ങിക്കോളാൻ പറഞ്ഞു. അപ്പോൾ ഞാനും അമ്മയും മോനും അവിടെ ഇറങ്ങി. ഹസ്ബൻഡ് പോയിട്ട് താഴെ പാർക്ക് ചെയ്ത് വന്നതാണ്. ഞങ്ങൾ നേരെ കയറിയതിന് ശേഷം ഒന്ന് അതിലെയൊക്കെ ചുറ്റിക്കറങ്ങിയൊക്കെ അവിടെ നിന്നു. പിന്നെ ഞങ്ങൾ 1-2 ഷോപ്പിലൊക്കെ കയറി നോക്കി. മോക്കും ഡ്രസ്സ് എടുക്കണമായിരുന്നു. ഫസ്റ്റ് കയറിയ ഷോപ്പിൽ നിന്ന് തന്നെ മോക്കൊരു നല്ല ഡ്രസ്സ് കിട്ടി. അപ്പോൾ വൈറ്റ് ഡ്രസ്സാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിലുള്ള ഒരു ഡ്രസ്സ് ഫസ്റ്റ് തന്നെ കിട്ടി. അധികം അങ്ങനെ തിരഞ്ഞൊന്നും നടക്കേണ്ടി വന്നില്ല. പെട്ടെന്ന് തന്നെ ഫസ്റ്റ് ഡ്രസ്സ് കിട്ടി. എല്ലാ കടകളിലും നല്ല പോലെ തന്നെ നല്ല സെലക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഈ കയറിയ കെയറിൻ്റെ ഷോപ്പിൽ നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു. നമുക്കെല്ലാം അങ്ങനെ വാങ്ങിക്കണം എന്ന് തോന്നുന്ന രീതിയിൽ. പിന്നെ പ്രത്യേകിച്ച് ഈ പെൺകുട്ടികൾക്ക് ഡ്രസ്സ് കാണുമ്പോൾ നമുക്ക് വീണ്ടും വാങ്ങിക്കാൻ ഇങ്ങനെ ഒന്ന് എടുക്കുമ്പോൾ വേറെ ഒന്ന് എടുക്കണം എന്നുള്ള രീതിയിൽ തോന്നും. അപ്പോൾ കുറേ നോക്കി. അപ്പോൾ ഡ്രസ്സൊക്കെ എടുത്തു. പിന്നെ അതിൻ്റെ ആക്സസറീസും കാര്യങ്ങളും അതിന് പറ്റുന്ന ചപ്പലും പിന്നെ ഹെഡ് ബാൻഡും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ ഞാനും അമ്മയും ഒക്കെ കുറച്ച് 2-3 ഷോപ്പിൽ വീണ്ടും കയറി. അപ്പോൾ ഡ്രസ്സ് വാങ്ങിച്ച സ്ഥലത്തു നിന്ന് ആക്സസറീസ് ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതിന് അടുത്തുള്ള വേറൊരു ഷോപ്പ് കയറിയിട്ടാണ് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചത്. അവിടുന്നും ഞങ്ങൾ കുറേ ഡ്രസ്സുകളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടെങ്കിലും 1-2 കൂടിയൊക്കെ നോക്കിയിട്ടോ. പക്ഷേ വാങ്ങിച്ചിട്ടില്ല, 1 മാത്രമേ വാങ്ങിച്ചിട്ടുള്ളൂ. ഇട്ട് നോക്കുന്ന സമയത്ത് കുറച്ചൊരു എന്താ പറയുക പാകാവാത്ത പോലെ തോന്നിയത് കൊണ്ട് അവൾക്ക് വേണ്ടിയിട്ട് 1 വാങ്ങിച്ചിട്ടുള്ളൂ. പിന്നെ മോന് വേണ്ടിയിട്ട് വാങ്ങിച്ചു. ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ പിന്നെ ഒരു കോഫിയൊക്കെ കുടിച്ച് ഒന്ന് റിലാക്സ് ചെയ്ത് കുറച്ച് നേരമൊക്കെ അവിടെ ഇരുന്നു. ഇവിടെ എപ്പോൾ വന്നാലും മോന് ഇവിടെ ഒരു ഇലക്ട്രിക് സൈക്കിളുണ്ട് ഇങ്ങനെ കറങ്ങി വരുന്നത്. അപ്പോൾ അതിൽ കയറണം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അവിടേക്ക് പോയി. അപ്പോൾ അവിടെ ഇലക്ട്രിക് സ്കൂട്ടർ ഉണ്ടല്ലോ, അതിൻ്റെ ഒരു എക്സിബിഷനും കൂടെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഹസ്ബൻഡ് അതൊക്കെ ഒന്ന് നോക്കുകയാണ്. മോനത് ആ സമയത്ത് അവൻ 2 റൗണ്ടൊക്കെ അടിച്ച് വന്നു. ഞാൻ അടുത്തുള്ള
ഷോപ്പേഴ്സ് സ്റ്റോപ്പ് എന്ന് പറഞ്ഞൊരു ഷോപ്പ് ഉണ്ടായിരുന്നു. അതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് കറങ്ങി നോക്കി. മോളും അമ്മയും ഒക്കെ അവിടെ ഇങ്ങനെ നിന്ന്. അപ്പോൾ അങ്ങനെ കുറച്ച് സമയമൊക്കെ അവിടെ സ്പെൻഡ് ചെയ്തതിന് ശേഷമാണ് തിരിച്ചു പോയത്. അപ്പോൾ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ നടന്നു. ഞാൻ പറഞ്ഞല്ലോ മോളിൽ ഭയങ്കര തിരക്കായിരുന്നു. ഇന്ന് സൺഡേ ആയതുകൊണ്ടാണ് തിരിച്ചു പോകുമ്പോഴും ഞങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ ബ്ലോക്ക് കിട്ടി. ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്താൻ ഏകദേശം 8 മണി ആയിട്ടുണ്ട്. അങ്ങനെയാണ് ഞങ്ങൾ തിരിച്ചെത്തിയത്. പിന്നെ ഡിന്നറും കാര്യങ്ങളും ഒന്നും ഈ വ്ളോഗിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. കാരണം ഉച്ചയ്ക്ക് ബിരിയാണി ആയിരുന്നു. അത് തന്നെയാണ് രാത്രി. ഇപ്പോൾ ഡിന്നർ സ്പെഷ്യലായിട്ടൊന്നും ഉണ്ടാക്കുകയൊന്നും വേണ്ട. ഡിന്നർ അവിടെ ഉണ്ട്. പിന്നെ കോഫിയൊക്കെ കുടിച്ചത് കൊണ്ട് തന്നെ വയറ് ഫുള്ളായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വ്ളോഗിൽ ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ഷോപ്പിംഗ് വ്ളോഗ്, സൺഡേ സ്പെഷ്യൽ വ്ളോഗ് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫ്രണ്ട്സ്. ബൈ. താങ്ക് യു ഫോർ